हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्. 34 35 ശ്ലോകം തന്നെ ഒന്നത്തെയും കൂടി. ഇഷ്ടോ വിശിഷ്ടശിഷ്ടേഷ്ട ശിഖണ്ഡീനഹുഷോ വൃഷ ക്രോധഃ ക്രോധകൃത്കർത്ത വിശ്വബാഹുർമഹീധര അച്യുതഃ പ്രതിതഃ പ്രാണഃ പ്രാണതോ വാസവാനുജ അപാം നിധിരധിഷ്ഠാന അപ്രമത്തഃ പ്രതിഷ്ഠിത. ഇന്ന് നമ്മളെടുക്കുന്ന ആദ്യത്തെ നാമം 315 നാമം. നീങ്ങില്ലുണ്ടോ എണ്ണം? സാരില്ലല്ലേ. 315 ക്രോധകൃത്കർത്ത ഒറ്റ വാക്കായിട്ടാണ് ആചാര്യ സ്വാമികൾ എടുത്തിരിക്കണം. അപ്പോൾ ഒറ്റ വാക്കായിട്ട് എടുത്ത് നോക്കാം. ചിലവർ ക്രോധകൃത് കർത്ത അങ്ങനെയും പറയുന്നുണ്ട്. പക്ഷേ ക്രോധകൃത് കർത്ത എന്നാണ് എല്ലാ ഒരുവിധം പണ്ഡിതാഭിപ്രായം. അപ്പോൾ അത് നമുക്ക് എടുക്കാം. ഈ ക്രോധകൃത് കർത്ത എന്നുള്ളതിന് തന്നെ രണ്ടർത്ഥമുണ്ട്. രണ്ട് വിപരീത അർത്ഥം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്തെങ്കിലും രണ്ടർത്ഥം ഉണ്ട് അതിന്. ക്രോധം ഉണ്ടാക്കുക എന്നും ക്രോധം ഇല്ലാണ്ടാക്കുക എന്നുള്ള അർത്ഥമുണ്ട് അതിന്. ക്രോധകൃത്ത് എന്ന് പറഞ്ഞാൽ ക്രോധത്തിനെ ഇല്ലാണ്ടാക്കുന്നതിനും ക്രോധകൃത്ത് എന്ന് പറയും. ക്രോധം ഉണ്ടാക്കുന്നതിനും ക്രോധകൃത്ത് എന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണ് രണ്ടും കൂടി ഭഗവാനാവുക? ഭഗവാന് രണ്ടും ചെയ്തേ പറ്റൂ. കോപം ഉണ്ടാക്കേണ്ടവരിൽ ഉണ്ടാക്കണം, കോപം നശിപ്പിക്കേണ്ടവരിൽ കോപം നശിപ്പിക്കണം. ഒക്കെ നമ്മുടെ കയ്യിലിരിപ്പുകാരനാണ് ഭഗവാൻ അങ്ങനെ ഓരോരോ പണി കൂടിക്കൊണ്ട് വരുന്നത്. ഒന്ന്, സത്തുക്കളിൽ അല്ലെങ്കിൽ സജ്ജനങ്ങളിൽ, സാധകന്മാരിൽ, ഭക്തന്മാരിൽ, ജ്ഞാനികളിൽ അവരിൽ നീചവാസനകളോട് ക്രോധം ഉണ്ടാക്കുന്നു. അവർക്ക് ലൗകിക കാര്യങ്ങളിൽ ക്രോധമുണ്ടാകുന്ന അതേ ക്രോധം തന്നെ നീചവാസനകളുടെ മുകളിൽ തിരിച്ചുവിടണം. ശരി. അപ്പോൾ ഒരു നെഗറ്റീവ് എഗെയിൻസ്റ്റ് അതർ നെഗറ്റീവ് നള്ളിഫൈ ആയി പോവും. അയാൾക്കൊന്നും പറ്റൂല. മനസ്സിലായില്ല. അപ്പോൾ അധർമ്മത്തിനോട് ക്രോധം പ്രകടിപ്പിക്കുന്നു. അവരുടെ ജീവിതചര്യയിൽ അല്ലെങ്കിൽ ജീവിതയാത്രയിൽ, ജീവിത പാന്താവിൽ എതിരിട്ട് വരുന്ന കാമക്രോധ ലോപമോഹ മത മത്സര്യാദികളോട്, അധർമ്മത്തിനോട്, അസത്യത്തിനോട്, ഇതിനോടൊക്കെയാണ് അവർ പടപൊരുതി ക്രോധം കാണിക്കുന്നത്. ദേഷ്യത്തോടു കൂടി ദേഷ്യം പ്രകടിപ്പിക്കേണ്ട അവരോടാണ്. ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നതും ഭഗവാന്റെ കൃപ കൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാന് ക്രോധകൃത് കർത്ത എന്നുള്ള പേര് വന്നു. അസത്തുക്കളിൽ, ആസുരിക സമ്പത്തുള്ളവരിൽ, രാക്ഷസന്മാരിൽ, രാക്ഷസ സ്വഭാവമുള്ളവരിൽ കൂടുതൽ ക്രോധം ജനിപ്പിച്ച് വീണ്ടും വീണ്ടും വലിയ തെറ്റുകൾ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു. എന്നിട്ട് എല്ലാം കൂടി ഒറ്റയടിക്ക്
മോഷം കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ മെത്തേഡ് അങ്ങനെയാണ്. ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ്. പനി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ കഴിച്ച് അന്ന് രാത്രി നല്ല പനിയാവും. നമ്മളാകെ പേടിക്കും ചിലപ്പോൾ. 100 പനിയുള്ളപ്പോഴാണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി 2 ഡോസ് മരുന്ന് കഴിച്ചപ്പോൾ 103 പേടിക്കണ്ട. പിറ്റേ ദിവസം അത് 100 കുറയും, 98 കുറയും, 99 കുറയും, 98 കുറയും. അതിങ്ങനെ പിന്നെ കുറഞ്ഞു വന്നോളൂ. ഒറ്റയടിക്ക് ഉള്ളതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരും. എല്ലാം കൂടി അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് എല്ലാം കൂടി തലയ്ക്ക് ഒരു ഒറ്റയടി. അത് അദ്ദേഹത്തിൻ്റെ ഒരു സമ്പ്രദായമാണ്, ഒരു മെത്തേഡാണ്. നമുക്കെന്ത് ചോദ്യം ചെയ്യാൻ പറ്റിയതിന്? എത്ര നീചനായാലും ഭഗവാന്റെ സൃഷ്ടി തന്നെയല്ലേ. ഒന്നല്ലേ കൈ രചിച്ചത് നമ്മയെല്ലാം. എല്ലാം അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയല്ലേ. അത് ബ്രില്യൻ്റായിട്ട് ഭയങ്കരമായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവരുടെ അനുജൻ വൃത്തികെട്ടവനാവും. എന്താ ചെയ്യുക? ഒരച്ഛനും ഒരമ്മയ്ക്കും ജനിച്ചതാവും. വിട്ട് കളയാൻ പറ്റുമോ? അവനെ കളയാൻ പറ്റുമോ? അവൻ സുഖമില്ല കേട്ടോ, വി ആർ നോട്ട് ദെയർ പേരൻസ് എന്ന് പറയുമല്ലോ. പാരൻസും പറയോ? ഒരേ അന്തരീക്ഷത്തിൽ ഒരേ അച്ഛനും ഒരേ അമ്മയ്ക്കും വളർന്ന 2 കുട്ടികൾ 2 രീതിയിലായി പോണില്ലേ? കണ്ടാൽ അതെന്തതിശയം, പരിണാമവാദം കൊണ്ടായതെന്തിവിടെ 2 കിടങ്ങളൊപ്പം ഉണ്ടായതേകനൊരു പത്നിയിൽ, എന്തു ഭേദം രണ്ടാൾക്കും, ഒന്നമൃത് മറ്റതു കാളകൂടം. ഒരു ദാമ്പത്യത്തിൽ ഒരച്ഛനും അമ്മയ്ക്കും 2 കുട്ടികളുണ്ടായി, 2 രീതി. ഒരുത്തൻ ബ്രില്യൻ്റ്, ഒരുത്തൻ ഡൾവിറ്റഡ്. ഒരുത്തൻ നല്ല സ്വഭാവക്കാരൻ, ഒരുത്തൻ ദുസ്വഭാവി. എന്താ കാരണം? അന്വേഷിച്ച ഒരു കാര്യം കിട്ടില്ല. ഒരു കാരണം നമുക്ക് കിട്ടില്ല. അത് 2 നമ്മൾ സ്വീകരിക്കാനേ പറ്റുള്ളൂ. ഉത്തരം കിട്ടാത്ത ചോദ്യത്തിൻ്റെ പിന്നാലെ പോണത് വളരെ വളരെ വിഡ്ഢിതരാണ്. എന്താ അതിങ്ങനെ പറ്റിയ? അതൊന്നും അറിയണല്ലോ. ആർക്കും അറിയാൻ പറ്റില്ല. വെറുതെ സമയം കളയുക, പൈസയും കളയാന്ന് മാത്രം. ആ സമയം ആ 2 കുട്ടികളെയും 2 രീതിയിൽ നോക്കിക്കൊള്ളുന്നുള്ളൂ. നല്ല കുട്ടിയുടെ സൽസ്വഭാവം നിലനിർത്തുക. ദുസ്വഭാവിയായിട്ടുള്ള കുട്ടിയെ മെല്ലെ 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 അവൻ്റെ രീതിയിൽ അവനെ വളർത്തിയെടുത്ത് പിന്നെ നന്നാക്കിയെടുക്കുക. ഭഗവാൻ അതാ ചെയ്യണം. എത്ര പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളാണെങ്കിൽ എന്നാൽ പിന്നെ അവനങ്ങോട്ട് ചെയ്യട്ടെ ചോദിക്കും. തല കുത്തിയൊന്ന് വീഴട്ടെ, എന്നാലേ മനസ്സിലാവുള്ളൂ. നമ്മളിവിടെ ഇരുന്നിട്ട് ചാടരുത്, മരത്തിൻ്റെ മുകളിൽ കയറരുത്, മരത്തിൻ്റെ മുകളിൽ കയറരുത്, മരം കയറി താഴത്തേക്ക് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അവൻ കൂട്ടാക്കണ്ട. അവൻ കൊമ്പും ചില്ലും ശാഖയൊക്കെ നോക്കിയിട്ട് കയറി ചാടും. കുറേ അച്ഛനമ്മൊന്നും മിണ്ടില്ല, താഴത്തേക്ക് വീഴട്ടെ, അപ്പോൾ അവനറിയാം. ഒരിക്കൽ വീണ് തലയിലൊരു പൊട്ടിട്ടാണ്ടല്ലോ, പിന്നെ അവൻ മരത്തിൻ്റെ അടുത്തു കൂടെ പോവില്ല. അതിൻ്റെ താഴത്തു കൂടെയൊക്കെ എല്ലായിടത്തേക്കും പോകണമെന്നുണ്ടെങ്കിൽ അവൻ അപ്പുറത്ത് ഒരു 2 അടി വളഞ്ഞ് അപ്പുറത്തു കൂടെ പോകും. ഞാനില്ല അതിൻ്റെ അടി കൂടെ എന്ന് പറയും. സൽസ്വഭാവിയാവും. അങ്ങനെയാണ് ചികിത്സാ രീതി, അങ്ങനെയാണ് ചികിത്സാ സമ്പ്രദായം, അങ്ങനെയാണ്. അപ്പോൾ ഭഗവാനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. നീചന്മാരിൽ വെച്ച് നീചനായാലും ഭഗവാന്റെ സന്തതി തന്നെയല്ലേ. സൽസ്വഭാവികളെ വേഗം കരയേറ്റും. ദുഷ്ടന്മാരെ, ദുസ്വഭാവികളായിട്ടിരിക്കുന്നവരെ കുറച്ചും കൂടി സമയം കൊടുക്കുക. അവരെ ഒന്ന് പ്രോസസ്സ് ചെയ്യണം. കുറച്ചും കൂടി സമയം എടുക്കും. പ്രോസസ്സ് സ്വല്പം കൂടുതലാണ്. ഒരു പ്രോസസ്സും കൂടി ഒന്ന് വേണം. സാധാരണക്കാരൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിട്ട് വേണം അവനെ അവിടുന്ന് പൊക്കാൻ. അപ്പോൾ ചെറിയൊരു സംസ്കാര പദ്ധതി ചെറുപ്പത്തിൽ ആദ്യമായി ചെയ്തു കൊടുക്കണം. അല്ലേ? കൃമികളും കീടനാശികളിലൊക്കെ പച്ചക്കറികൾ കൊണ്ടുവന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നേരെ അങ്ങോട്ട് കൊത്തി നുറുക്കി അങ്ങോട്ട് അടുപ്പത്ത് കയറ്റിയിടുമോ? ഇല്ലല്ലോ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിനൊന്ന് തരണം ചെയ്ത് അതിനെയൊക്കെ ഒന്ന് മാറ്റി അതിനെയൊക്കെ ഒന്ന് വെൽക്കളഞ്ഞ് ചെയ്തതിൻ്റെ ശേഷമല്ലേ നമ്മളിങ്ങോട്ട് തിരിച്ചെടുക്കുള്ളൂ. അതിന് ഭക്ഷണത്തിന് വേണ്ടി തിരിച്ച് നമ്മളിങ്ങോട്ട് എടുക്കുള്ളൂ. സാധാരണ നല്ല പച്ചക്കറി എടുക്കണ പോലെ അത് ഇങ്ങോട്ട് എടുക്കുമോ? ഇല്ല. ചിലത് തലവെട്ടും, ചിലതിനെ കവന്താക്കും. ചീത്ത സ്വഭാവങ്ങളൊക്കെ ചെത്തിക്കളഞ്ഞ് നല്ല ഭാഗങ്ങളൊക്കെ പൂവ് മാത്രം എടുത്ത് കളഞ്ഞ് അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെടുപ്പാക്കിയിട്ടല്ലേ എടുക്കുള്ളൂ. ഒരു പ്രോസസ്സ് കൂടും. എന്താ ചെയ്യുക? അത് നമ്മളുടെ കർമ്മദോഷം തന്നെയല്ലേ. അപ്പോൾ അത് സഹിച്ചല്ലേ പറ്റൂ. അതിന് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് എന്താ കാര്യം?
ഭഗവത് ജ്ഞാനം സ്വീകരിക്കാനുള്ള സൽപാത്രമായാലല്ലേ അതിലേക്ക് ജ്ഞാനം പകർന്നു കൊടുക്കാൻ പറ്റൂ. അല്ലാണ്ട് അവന് അഹം ബ്രഹ്മോസ്മി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ്റെ തലയിൽ വെല്ലണ്ടേത്. സൽസ്വഭാവിയുടെ മനസ്സ്, അവൻ്റെ പാത്രം ശുദ്ധീകരിക്കാൻ അധികം സമയം വേണ്ട. ഓൾറെഡി ശുദ്ധീകരിച്ചിട്ടാണ് വന്നിരിക്കണം. അതൊന്ന് ചെറുത് ജസ്റ്റ് ഒന്ന് ടാപ്പിലെ വെള്ളം കൊണ്ട് മോറ് കഴുകുക വേണ്ടു. ഇതല്ല, അത് വെണ്ണീരിട്ട് കഴുകണം, പുളിയിട്ട് കഴുകണം, ഡെറ്റോൾ ഒഴിക്കണം, അതൊഴിക്കണം, ഇതൊഴിക്കണം, ഒക്കെ കൂടി കഴുകി നല്ലോണം പാത്രം വൃത്തിയാക്കണം. കാരണം അത്ര വൃത്തികെട്ട പാത്രമായിട്ട് അങ്ങോട്ട് വന്നിരിക്കണതേ. അവൻ്റെ കർമ്മദോഷം കൊണ്ട് തന്നെ, ആരെയും കുറ്റമല്ല. ഒന്ന് നേരേക്ക് പുറത്തേക്ക് വിടണ്ടേ, ശരിയാക്കിയിട്ട് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് വേണ്ടേ അവനെ പുറത്തേക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ. അല്ലാണ്ട് ഇനി അവനെ ചളിക്കുണ്ടിലേക്ക് വിട്ടു കൊടുക്കാൻ പറ്റുമോ? ഇനി അവനെ യന്ത്രവിജ്ഞാനിൻ്റെ മുകളിൽ ആട്ടാൻ പറ്റുമോ? ഇനിയുള്ള ശിഷ്ടകാലെങ്കിൽ അവനെ നേരെയാക്കി വിടണ്ടേ. അതാണ് ഭഗവാൻ ഉദ്ദേശിക്കണം. അപ്പോൾ അതിന് ഇവിടെ ഒരു ചെറിയൊരു പ്രോസസ്സ് നേരം വൈകിയാലും കുഴപ്പമില്ല. സാരിലൊരു 10,000 കൊല്ലം ഇവിടെ അത് കഴിയട്ടെ, എന്നിട്ട് വല്ല പോവാം. 5,000 എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടണ്ട. അതൊക്കെ സാധാരണയാണ് മൂപ്പരുടെ കണക്കിൽ. മദ്യം ഒഴിച്ചിരിക്കുന്ന പാത്രത്തിൽ എങ്ങനെയാണ് ദുഗ്ധം ഒഴിക്കുക? നേരെ മദ്യം ഒഴിച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിൽ എങ്ങനെ നമ്മൾ പാല് കൊണ്ട് ഒഴിക്കുക? അത് പിരിയില്ലേ, അത് വേസ്റ്റായി പോവില്ലേ, ഒന്നിനും കൊള്ളണ്ടായി പോവില്ലേ. അത് ഭഗവാന്റെ കർമ്മങ്ങൾ എന്തെങ്കിലും വേസ്റ്റായി പോയിട്ടുണ്ടോ? ഒന്നും വേസ്റ്റായി പോയിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മവും എന്താ പറയുക, ശൂന്യമായി പോയിട്ടില്ല. പോകാൻ സമ്മതിക്കില്ല അദ്ദേഹം. അപ്പം അങ്ങനെ ഒരു അബദ്ധം ഒരു ചെയ്യോ? കള്ളുപാത്രത്തിൽ കൊണ്ടുപോയിട്ട് ഇതൊഴിച്ച് വയ്ക്കുമോ? പാലൊഴിക്കുമോ? ഇത്രയിൽ തന്നെ ഒന്ന് ശുദ്ധി ചെയ്യണ്ടേ, എന്നല്ലേ പറ്റുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, എത്ര വലിയ മുഷ്കരനായാലും ശരി, എത്ര വലിയ തെമ്മാടി ആയാലും ശരി, ജ്ഞാനം സിദ്ധിച്ചാൽ മോക്ഷം റെഡി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഭക്തിയോഗത്തുകൂടെ പോകുന്നവരുണ്ടാവും, കർമ്മയോഗത്തുകൂടെ പോകുന്നുണ്ടാവും, പ്രാഥമികമായിട്ടുള്ള ജ്ഞാനയോഗത്തുകൂടെ പോകുന്നവരുണ്ടാവും. പല രീതിയിലും നമ്മളുടെ മനസ്സ് പല രീതിയിലും പല 3 മാർഗങ്ങളിൽ ഏത് മാർഗം വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ ഇത് 3 കൂടി ചെന്ന് എത്തുന്ന ജംഗ്ഷൻ ഉണ്ട്, ഈശ്വര ദർശനം. അവിടെ നിന്നാലേ 18-ാം പടിയുടെ മുകളിൽ ഭഗവാനെ കാണുള്ളൂ. അവിടെ എത്തണം. അതാണ് പോയിന്റ് ജ്ഞാനം, കോണ്ടാക്ട് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതല്ലേ ഇപ്പം ഇന്നത്തെ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ചിന്താ വിഷയം അതല്ലേ, പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഏതാ? അതാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അവിടെ നിന്നാലേ ഭഗവാനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റതൊക്കെ ഭഗവാനായിട്ട് അടുക്കാനുള്ള എളുപ്പ വഴികളാണ്, സുഗമമായിട്ടുള്ള വഴികളാണ്. ഇവിടെ ചെന്നാൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റാണ് ജ്ഞാന എന്ന് പറയുന്നത്. എത്ര വലിയ കാട്ടുകള്ളനായാലും ശരി, എത്ര വലിയ പാപം ചെയ്തവനായാലും ശരി, ഭഗവാൻ ഗ്യാരണ്ടി ചെയ്യണു, ഈ ജംഗ്ഷനിൽ നീ വന്ന് പെട്ടാൽ എൻ്റെ കൂട്ടാ, പിന്നെ എൻ്റെ പാപം ഒന്നും നീ തന്നെ ബോദർ ചെയ്യില്ല. യു ഡോണ്ട് ഹാവ് ടു ബോദർ എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഓൾ സെറ്റ് ഓഫ്. എൻ്റെ എല്ലാ പാപങ്ങളും തുടച്ചു കളയും ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ. അത് എത്താനുള്ള വഴി എന്താ വെച്ചാൽ നോക്കിക്കോ. എൻ്റെ കയ്യിൽ ലോഡ് എടുത്ത് എനിക്ക് വരാൻ പറ്റില്ല, ലോഡ് കളഞ്ഞോ, കൈ വീശി വരണോ, കൈ വീശി വന്നോ, അതൊക്കെ എൻ്റെ ഇഷ്ടം. ഇവിടെ എത്തിയോ, എത്തിപ്പെട്ട പിന്നെ നീ രക്ഷപ്പെട്ടു. എനിക്കും പിന്നെ പണി കുറവ്, നിനക്കും പിന്നെ പണി കുറവ്. എത്ര വലിയ പാപിയായാലും കൊള്ളാമെന്നാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും എനിക്ക് പിന്നെ അറിയണ്ട. അതുകൊണ്ടാണ് എവറി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ് എന്ന് പറയുന്നത്. അല്ല, എവറി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ് ആൻഡ് എവറി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. അല്ലേ? എല്ലാ സന്യാസിവര്യന്മാർക്കും അവരുടെ പാസ്റ്റ് പ്രാരബ്ധം കാണും. ആയിക്കോട്ടെ, ഹൂസ് വറീഡ്. അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ കടിച്ചു തൂങ്ങാൻ മുകളില്ല. സിന്നറാന്ന് പറഞ്ഞിട്ട് ഇരിക്കാനും മുകളിൽ എനിക്ക് നാളെ ഒരു ഫ്യൂച്ചറുണ്ട്. യെസ്, അതാണ് ഓപ്റ്റിമിസം എന്ന് പറയുന്നത്. സനാതന ധർമ്മത്തിലെ ഓപ്റ്റിമിസം അതാണ്.
4-ാം അധ്യായത്തിൽ ഭഗവാൻ അർജുനോട് ഉറക്കെ വിളിച്ച് പറയാം, അർജുന അപി ചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമാ. സർവപാപികളെക്കാളും വലിയ പാപി, നമ്പർ 1 പാപി, ഡോക്ടറേറ്റ് ഇൻ പാപം. ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള എന്ത് പാപത്തിന്. അതിൻ്റെ ടെക്നോളജി എന്താണ്, എങ്ങനെയാണ് പാപം ചെയ്യുക, എന്താണ് അതിൻ്റെ എളുപ്പവഴി, എന്തൊക്കെ പാപങ്ങളാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക, അതിനെക്കുറിച്ച് സകലതും പഠിച്ച് അപി ചേതസി പാപാഭ്യ പാപേഭ്യ സർവേഭ്യ പാപകൃത്തമാ. അവനെയുള്ളൊരു മനുഷ്യനെ പോലും, അങ്ങനെയൊരു മനുഷ്യനെ പോലും സർവം ജ്ഞാനപ്ലവേനൈവ, ജ്ഞാനപ്ലവം, ജ്ഞാനമാകുന്ന ബോട്ട്, വ്രജനം സന്തരിഷ്യസി, ഈ സംസാര സാഗരം അതുകൊണ്ട് കടന്നു പോകുന്ന പറഞ്ഞു. ആ ജ്ഞാന പോയിന്റിൽ നിന്ന് ആ ഹാർബറിൽ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എസ്കോട്ട് ചെയ്തിട്ട്, നിനക്ക് ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നിന്നെ എസ്കോട്ട് ചെയ്തിട്ട് ഹാർബറിലേക്ക് കൊണ്ടുപോയി. ആ ടഗിൻ്റെ ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട്, അവിടെ ചെന്ന് സിഗ്നൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. എത്ര വലിയ പാപിയായാലും ശരി. അഭിചേതസി പാപേഭ്യ സർവം, അഭിചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തുമാ, സർവം ജ്ഞാനപ്ലവേനൈവ വ്രജനം സന്തരിഷ്യസി. സർവപാപികളെക്കാളും പാപകൃത്തവനെങ്കിലും എല്ലാ പാപികളിലേലും വെച്ചിട്ട് മാക്സിമം പാപിയാണ് കഴിച്ചുള്ളൂ. എ മാൻ ലൈക്ക് രത്നാകരൻ, എ മാൻ ലൈക്ക് അജാമിളൻ, സർവ പാപികളെക്കാളും പാപകൃത്തവനെങ്കിലും നിനക്കാണെങ്കിലും ശരി, ജ്ഞാനപ്ലവം കൊണ്ടു പാപം ഒക്കെയും നീ കടന്നിടും. ആ ബോട്ടിൽ കയറാൻ ഇവിടുന്ന് എസ്കോട്ട് വന്നിട്ട് എൻ്റെ ആ ബോട്ടിൽ കയറ്റി എന്നിട്ട് കപ്പൽ വലിച്ചിങ്ങോട്ട് കൊണ്ടുവരും, ഈ ഹാർബറിലേക്ക് കൊണ്ടുവരും. രത്നാകരൻ അങ്ങനെയല്ലേ പറ്റിയത്, വാൽമീകിയായത്? ഇതെല്ലാം പിടിച്ചുപറി നടന്ന സപ്തഋഷികളുടെ കയ്യിൽ നിന്ന് തന്നെ പിടിച്ചു പറിക്കാൻ നോക്കിയതാ, ചില്ലറക്കാരൊന്നുമല്ല. ഒരു ജാതി തഗ് അല്ലെങ്കിൽ പിണ്ടാരീസ് അവരുടെ വഴിയായിരുന്നില്ലേ അത്? അപ്പി ചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമാ. എന്താ പ്രയോഗം നോക്കൂ. അജാമിളൻ എന്ത് പറ്റി? ഭാഗവതത്തിലെ അജാമിളൻ്റെ കഥ ഞങ്ങൾക്കൊക്കെ അറിയാലോ. മൂത്ത മകൻ്റെ പേര് നാരായണൻ. അതൊന്നും അറിയാണ്ട് നാരായണ എന്ന് വിളിച്ചതാ. ഭഗവാൻ വിചാരിച്ചു എന്നെ വിളിക്കാമെന്ന്, പാവം. കെട്ടിപ്പൂട്ടി വിടുന്നു. യമധർമ്മ മഹാരാജാവൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ കോടതിയിൽ വിസ്തരിക്കാൻ നോക്കിയപ്പോൾ അജാമിളൻ്റെ കേസെടുത്തു, ആ ഫയലെടുത്തു. ഭഗവാൻ ചോദിച്ചു എവിടെ ചിത്രഗുപ്തനെ, എവിടെയാ ചോദിച്ചു. ചിത്രഗുപ്തനോട് ആ കേസ് ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞു. അതിവിടെ എൻ്റെ കൊണ്ടുവന്നുണ്ട് പറഞ്ഞു. കാരണം അങ്ങനത്തെവരൊക്കെ ഡീൽ ചെയ്യാൻ ചിത്രഗുപ്തന് വലിയ ഇഷ്ടമാണേ. ദോഷം പറഞ്ഞു കൊടുക്കില്ലല്ലേ, വലിയ ഇഷ്ടമാണ്. ഇവനെ തിരുമനസ് എങ്ങനെ വിട്ടാൻ പറ്റില്ല. അപ്പം മഹാകള്ളനാ, കാട്ടുകള്ളനവൻ. എന്തൊക്കെയാണ് അവൻ ചെയ്തു കൂട്ടിയിരിക്കണത് അറിയോ? എന്തൊക്കെ കള്ളത്തരം ചെയ്തിട്ടുണ്ട്. പാലിലെത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട് അവൻ, എത്ര മായം കലർത്തിയിട്ടുണ്ട്, എത്ര മയക്കമരുന്ന് കൊടുത്തിട്ടുണ്ട്, എത്ര ലഹരി മരുന്ന് കൊടുത്തിട്ടുണ്ട്, എത്ര സ്വർണം കെട്ടിട്ടുണ്ട്, എത്ര ഈന്തപ്പഴം കെട്ടിട്ടുണ്ട്. കള്ളാധാരം ചമച്ചിടും, കള്ളസാക്ഷി കഴിച്ചിടും, കള്ളന്യായം കൊടുത്തിടും, കള്ളനമീവൻ ആണ് ചിത്രഗുപ്തൻ്റെ റിപ്പോർട്ട്. കള്ളാധാരം ചമച്ചിടും, കള്ളസാക്ഷി കഥിച്ചിടും, കള്ളന്യായം കൊടുത്തിടും, കള്ളനമീവൻ. പിന്നെന്താ പറയുക? CBIയുടെ റിപ്പോർട്ടാണത്, ചെയ്തിട്ടുള്ള കുറ്റങ്ങളൊക്കെ. ഭഗവാൻ പറഞ്ഞു ഒന്നും സാരില്ല. അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്, നിങ്ങൾ കണ്ടില്ലേ? അന്ധകാലേശ മാമേവ സ്മരൻ മുക്ത്വാ കളേവരം. മറന്നോ ചിത്രഗുപ്ത? അവസാന കാലത്ത് അവൻ എന്താ പറഞ്ഞു നോക്കുക? അവൻ്റെ ഡെത്ത് മൊഴി എന്താ, മരണമൊഴി എന്താ അവൻ്റെ? അന്ധകാലേശ മാമേവ. അവനെന്താ അവസാന കാലത്ത് അവൻ പറഞ്ഞത്? നാരായണാന്ന് അല്ലേ? പോയില്ലേ എല്ലാം? ഇതൊക്കെ മാറ്റി കളഞ്ഞൂടെ? ഡയറക്റ്റ് എൻട്രി അല്ലേ, വിസയൊന്നും വേണമല്ലോ. എന്തിനാ അവിടെ പിടിച്ചു നിർത്തിയേ? എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിടാറുന്നില്ലേ?
ചിത്രഗുപ്തൻ്റെ റോളൊന്നും അറിയില്ല എന്നുണ്ടോ ഈയിടെയായിട്ട്? എന്താ പറ്റിയേ? എന്താ കാരണം? തോൽതോ അപി ചേതസി പാപേഭ്യ സർവേഭ്യ പാപകർത്തുമാ. അവസാന നിമിഷത്തിൽ അന്ധകാലേ ഒരു ജ്ഞാനം വന്നു. ആ ജംഗ്ഷനിലെത്തി മൂപ്പര്. മരണത്തിൻ്റെ തൊട്ട് മുമ്പായിരുന്നു മാത്രം. സാരില്ല, പിന്നെ വേഷം കെട്ടണ്ടല്ലോ. മനസ്സിലായില്ലേ? അതുകൊണ്ട് സജ്ജനങ്ങളിൽ അധർമ്മത്തിനോട് അസത്യത്തിനോടും ക്രോധമുണ്ടാകുന്നു. ദുഷ്ടന്മാരിൽ കൂടുതൽ ക്രോധമുണ്ടാക്കിയിട്ട് മോക്ഷത്തിനെ പാകമാക്കുന്നു. പച്ചക്കായ പഴുപ്പിക്കണു, എന്നിട്ട് അങ്ങോട്ട് വെട്ടിയെടുക്കുള്ളൂ. ഇനി കാര്യമില്ലല്ലോ. പച്ചക്കായ തിന്നാൻ പറ്റുമോ? അത് അനുഭവിക്കണമെങ്കിൽ അത് ലോകത്തിനും അനുഭവിക്കുന്നവർക്കും സുഖം കിട്ടണമെങ്കിൽ പച്ചക്കായ പറ്റില്ല. വിതുരനീതി ധൃതരാഷ്ട്രനോട് പറഞ്ഞു കൊടുക്കും. വിതുരനീതിയിൽ മരത്തിൻ്റെ പഴുക്കാത്ത കായകൾ പൊട്ടിച്ചെടുപ്പവൻ അതിൻ്റെ രസമേൽക്കില്ല, ബീജനാശം വരുത്തിടും. അപ്പോൾ പക്വത ഇല്ലാത്തൊരു ഒരു കായ അവനെങ്ങനെ മോഷം കൊടുക്കും ഞാൻ? ഈസ് നോട്ട് റൈപ്പ് ഇനഫ്, ഈസ് നോട്ട് മെച്യൂർ ഇനഫ്. അവനൊരു മെച്യൂരിറ്റി വരട്ടെ. മെച്യൂരിറ്റി വരാൻ എന്താ ചെയ്യുക? കുറച്ചും കൂടി ഗ്യാസ് കൂട്ടുക, ഒന്ന് വേഗം തിളക്കട്ടെ, മാക്സിമം തിളക്കട്ടെ, ചെയ്യാവുന്നതൊക്കെ ചെയ്യട്ടെ അവൻ. ഡോണ്ട് ഇൻ്റർഫിയർ വെൻ സംബഡി ഈസ് കമ്മിറ്റിങ് എ മിസ്റ്റേക്ക്. ചെയ്യട്ടെ, ഇതുകൊണ്ടേ ഇരിക്കട്ടെ, ഇൻ്റർഫിയർ ചെയ്യണ്ട. ആ പോളിസിയാണ് ഭഗവാന്റെ. അതുകൊണ്ടാണ് ക്രോധകൃത് കർത്ത എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നാമം ഇവിടെ നിർത്തുക. വിശ്വബാഹു അടുത്ത നാമം 316. വിശ്വബാഹു. വിശ്വബാഹു എന്ന് വെച്ചാൽ അവിടെയും രണ്ടർത്ഥമുണ്ട്. വിശ്വത്തെ താങ്ങുവാൻ അനേകം കൈകളുള്ളവൻ എന്നൊരർത്ഥമുണ്ട്. വ്യഷ്ടി ഭാവത്തിൽ, സമഷ്ടി ഭാവത്തിൽ. മനസ്സിലായില്ലേ? വ്യഷ്ടിഭാവത്തിൽ, കോസ്മിക് ആംഗിളിൽ വിശ്വത്തെ താങ്ങുവാനുള്ള അനേകം കൈകളുണ്ട് എന്നർത്ഥം. രണ്ടാമത്തെ അർത്ഥം, ഈ ജഗത്തിലെ സർവ ജീവജാലങ്ങളുടെയും ബാഹുക്കൾ ഭഗവാന്റെ ബാഹുവിന്. എത്ര കൈയുണ്ട് ലോകത്തിലാകെ? എത്ര പ്രാണികളോ അതനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അത്ര കയ്യ്. അതൊക്കെ ആരുടെ കയ്യാ? ഒക്കെ ഭഗവാന്റെ കയ്യാ. എല്ലാം ഭഗവാന്റെ കയ്യാ. അപ്പം എല്ലാം ഭഗവാന്റെ കയ്യാണെന്ന് പറയണതിൽ അതൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. അത് ഈ കവികൾക്കുള്ളൊരു സ്വാതന്ത്ര്യമാണ്. അതൊരു ഫിഗർ ഓഫ് സ്പീച്ച്, അലങ്കാരം എന്ന് പറയുന്നത്. ഭാഷകാരുടെ അലങ്കാരമാണത്. നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ല ഗിവ് മൈ ഹാൻഡ് സർ. ഗിവ് മൈ ഹാൻഡ് എന്ന് വെച്ചാൽ മുറിച്ചങ്ങോട്ട് കൊടുക്കാനാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊക്കെ പറയില്ലേ ഗിവ് മൈ ഹാൻഡ്, പോർ ഫെലോ. അതിൻ്റെ അർത്ഥം എന്താ? ഹെൽപ്പ് കൊടുക്കാൻ. അപ്പോൾ കൈ അതിനുള്ളതാണ്. കൈ ഹെൽപ്പ് കൊടുക്കാനുള്ളതാണ്. കൈയിൻ്റെ ധർമ്മം അതാണ്. വേറൊരുത്തിന് ഹെൽപ്പ് കൊടുക്കാനാണ് ഈ കൈ നമുക്ക് ഇത്രയും നീട്ടി തന്നിരിക്കുന്നത്. അത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിലാണ് സദാസമയം കൈ വെച്ചാലോ? ആ കൈയാണോ? കയ്യിൻ്റെ ധർമ്മം നിർവഹിക്കുന്നുണ്ടോ? നമ്മൾ ധർമ്മത്തിൻ്റെ ഡെഫിനേഷൻ ഉണ്ടായി. നിങ്ങൾക്ക് കൊടുക്കാനാണ് ഈ കൈ. അത് പോക്കറ്റിലിട്ടാൽ അതിൻ്റെ എവിടെ ധർമ്മം? അത് കൈയല്ല, ഇറ്റ്സ് ഓൺലി ആംസ് ലെങ്ത് എന്നൊക്കെ പറയില്ലേ നമ്മൾ. എക്സ്റ്റെൻഡ് സാധനം, ബാഹുവല്ല. അപ്പം അതൊരു അലങ്കാരമാണ്. വിശ്വത്തെ താങ്ങുവാൻ അനേകം കൈകളുള്ളവൻ എന്ന് പറയുമ്പോൾ അതൊരു അലങ്കാരം, ഇറ്റ്സ് എ ഫിഗർ ഓഫ് സ്പീച്ച്. ഈ താങ്ങാനല്ലോ, വിശ്വത്തെ താങ്ങുന്ന എല്ലാ ശക്തിയും ഭഗവാന്റെ ശക്തിയാണെന്ന് അർത്ഥം. അല്ലെങ്കിൽ ഈ കാണുന്ന കൈകളെല്ലാം, ലോകത്തുള്ള എല്ലാ കൈകളും ഭഗവാന്റെ കൈകളാണെന്ന് അർത്ഥം. അതുകൊണ്ടാണല്ലോ അനേക ബാഹൂതര വക്തരനേത്രം എന്നൊക്കെ പറയുമ്പോൾ അതാണല്ലോ അതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത്. 1000 കയ്യെ 1000 കല 1000 കലയെ കാണിക്കുന്ന ഒരു ഫിഗർ, ഒരു എക്സ്പ്രഷനല്ലേ, നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ ചിത്രം വരയ്ക്കുന്നത്. ഒരു കാർട്ടൂണിസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ചിത്രം വരയ്ക്കുക? തമാശയിലായിരിക്കും വരയ്ക്കുക. ഒരു കാരിക്കേച്ചറാണ് തോന്നുന്നു. ഓക്കെ, എന്താ അയാളുടെ പല്ല് ഇങ്ങനെ, അയാളുടെ പല്ല് അങ്ങനെ ആയിട്ടല്ല, പക്ഷെ അയാളുടെ സ്വഭാവത്തിനെയാണ് അത് ചിത്രീകരിക്കുന്നത്. മനസ്സിലായോ?
അതുപോലെ അനേക ബാഹുകൾ എന്നൊക്കെ പറയുമ്പോൾ അനേകം കൈകൾ, അനേകം വയറുകൾ, അനേകം കാലുകൾ, അനേകം കണ്ണുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഇതാണ് ലോകത്തിലുള്ള എല്ലാ കാഴ്ചയും ഭഗവാന്റെയാണ്, എല്ലാ പ്രവൃത്തിയും ഭഗവാന്റെയാണ്, എല്ലാ താങ്ങി നിർത്തുന്നതും ഭഗവാനാണ്. അതുപോലെ തന്നെ സഹസ്രപാദ്, സഹസ്രാക്ഷ പഠിച്ചിട്ടുള്ള നാമങ്ങളുടെ ഇതൊക്കെ നമ്മൾ വളരെ വളരെ അധികം വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടുള്ളതാ. അതൊന്നും മറക്കരുത്. ഇതിനോടൊന്ന് ലിങ്ക്, ഈ ലിങ്ക് മറക്കരുത് നമ്മൾ, മനസ്സിലായോ? അപ്പം ഞാനീ പഴയ ലിങ്കൊക്കെ അങ്ങനെ ഈ വേറൊരു ലിങ്ക് വരുമ്പോൾ തരുന്നത്, അത് ഈ ക്ലാസ് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ പോയിട്ട് ഒന്ന് മറച്ചു നോക്കുക. എവിടെയാണ് സഹസ്രപാദം എഴുതിയിരിക്കുന്നത്, എവിടെയാണ് സഹസ്രാക്ഷ എഴുതി ചെയ്തിട്ടുള്ള റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നോട്ട്സ് വല്ലതും എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതിക്കോളൂ. അല്ല ഇതൊന്നും ഇല്ലാണ്ട് തന്നെ മെമ്മറിൽ സൂക്ഷിക്കാൻ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ബ്രഷപ്പ് ചെയ്യുക. അല്ലെങ്കിൽ വിഷ്ണുസഹസ്രനാമം കമൻട്രി ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് സഹസ്രപാദ്, സഹസ്രാക്ഷ എന്നുള്ള നാമങ്ങൾ നോക്കുക. ആ കമൻറ്റേറ്റർ എന്താ പറഞ്ഞേക്കണത് നോക്കുക, അതും ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക. അങ്ങനെയാണല്ലോ ഈ സ്റ്റഡി, സിസ്റ്റമാറ്റിക് കോംപ്രിഹെൻസീവ് സ്റ്റഡി അങ്ങനെയല്ലേ ചെയ്യുക. അപ്പോൾ ആശയം എത്രയേ ഉള്ളൂ, വാസ്തവത്തിൽ ജഡപദാർത്ഥമായ ജീവികളുടെ ബാഹുക്കൾക്ക് ശക്തി നൽകുന്നത് ഭഗവാൻ ആണ്. നമ്മളീ കാണുന്ന കയ്യും കാലും മൂക്ക് താക്ക് തൊക്കും ഒക്കെ കോമ്പിനേഷൻ ഓഫ് കാൽഷ്യം, കാർബൺ, ഫോസ്ഫറസ് അല്ലേ? അത് ജഡപദാർത്ഥമല്ലേ? അതൊക്കെ പിന്നെ ഫ്യൂ കെമിക്കൽസ് പുട്ട് ടുഗദർ. അതിന് എവിടുന്ന കൈ ജീവൻ വരുന്നത്? വേർ ഡസ് ഇറ്റ് ബോറോ ലൈഫ് ഫ്രം? വേർ ഡസ് ഇറ്റ് ഗെറ്റ് ദാറ്റ് നർച്ചർ ഫ്രം? വേർ ഡസ് ഇറ്റ് ഗെറ്റ് ഇറ്റ്സ് നറിഷ്മെൻറ്റ് ഫ്രം? ഈ കയ്യനെയും കാലിനെയൊക്കെ പ്രവർത്തിക്കാനായിട്ട് സംതിങ് ഹാസ് ടു ബി ഗൈഡഡ്, കൺട്രോൾ, ഗവേൺഡ്, ഓർഡേഡ് അല്ലേ? ആരെങ്കിലും പിന്നിലും ശക്തി വേണ്ട. അത് ഭഗവാനെന്ന് പറയണം. ഹൂവർ ഇറ്റ് ഈസ്, വാട്ട് എവർ നെയിം യു കോൾ, യേശു എന്ന് വിളിച്ചോളൂ, അള്ള എന്ന് വിളിച്ചോളൂ, ഏത് പേര് വേണി വിളിച്ചോളൂ, രാമനോ കൃഷ്ണനോ ചോറ്റാനിക്കരമ്മന്നോ പാറമേക്കാവ് ദേവിനോ, എനി നെയിം യു കോൾ, തത്വം അതായിരിക്കണം. ആ ശക്തിയാണ് ലോകശക്തി. ലോകത്തിൽ കാണുന്ന എല്ലാ ബാഹുക്കളുടെയും ശക്തി അതാണ്. എല്ലാ ബൾബുകളിലുമുള്ള പ്രകാശം ഇലക്ട്രിസിറ്റി അല്ലേ? അപ്പോൾ നമ്മളൊരു 100 ബൾബ്, ഒരു 1000 ബൾബ്, ഒരു കൺഗ്ലോമറേഷൻ ആയിട്ടുള്ള 1000 ബൾബ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റിയെ ഡിഫൈൻ ചെയ്യുമ്പോൾ 1000 ബൾബാണ് ഈ കാണുന്ന സാധനം എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഈ കാണുന്ന സാധനത്തിന് 1000 ബൾബുണ്ട്. എത്ര ഇലക്ട്രിസിറ്റിക്ക്? 1000 ഒന്നല്ല, 1000 കൂടുതലുണ്ട്. പക്ഷേ നമുക്കത് ഒരു കണക്ക് തിട്ടപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു ഫിഗർ പറയണ്ടേ. 2000 എന്ന് ചോദിച്ചാൽ എന്താ 2000 3000 ആയി കൂടെ ചോദിക്കും. അപ്പം അതുകൊണ്ടൊരു കണക്ക് പറഞ്ഞു എന്ന് മാത്രം. എല്ലാ നാമങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. സഹസ്രനാമം എന്ന് പറഞ്ഞാൽ 1000 നാമം മാത്രമല്ലല്ലോ ഭഗവാനുള്ളത്. ഉള്ള കുറേ നാമങ്ങളിൽ നിന്ന് ഒരു 1000 എണ്ണം പിക്ക് ചെയ്തു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. എത്രയോ അവതാരങ്ങളുള്ളതിൽ ഒരു 10 എണ്ണം നമ്മൾ പിക്ക് ചെയ്തു. ഫോർ എക്സാമ്പിൾ എന്ന് പറയാൻ, ഭഗവാൻ 1000 നാമേ ഉള്ളൂ. അങ്ങനെ ലിമിറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഭഗവാനെ? ഡോ എനിക്ക് 1000 നാമേ ഉള്ളൂ കേട്ടോ, ഇതൊന്നും പുറത്തേക്ക് പോരുതേ, അറിയൂ, ഷട്ടപ്പ് എന്ന് പറയും ഭഗവാൻ. അപ്പം അത് അങ്ങനെ ആ അർത്ഥത്തിൽ കൂടെ നമ്മൾ കാണണം. ഈ ആധ്യാത്മിക പഠനം ചെയ്യുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഭാഷ, അവരുടേതായിട്ടുള്ള ശൈലി, അവരുടേതായിട്ടുള്ള ഭാവന, ഇതെല്ലാം അവർക്കുണ്ട്. നമ്മളാരായാലും ഇടംകോലിടാൻ ആ ശൈലിയിൽ അവർ പോണു. ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് നടന്നു പോകുന്ന ശൈലിയാണ്, നിലവിൽ നിൽക്കുന്ന ശൈലിയാണ്. അപ്പോൾ നമ്മൾ അതിനോട് വഴങ്ങല്ലേ വേണ്ടത്. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടപ്രകാരം എന്തുകൊണ്ട് ഭാരതം എഴുതിയില്ല ഭഗവാൻ വ്യാസൻ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ലേ സഹസ്രനാമം വേണ്ടത്, എന്തിനാ ഭീഷ്മർ ഇങ്ങനെയൊക്കെ പോയി പറഞ്ഞേ, ഭീഷ്മർക്ക് ഇങ്ങനെ പറയാറുന്നില്ലേ എന്ന് ചോദിക്കുകയാണോ ബുദ്ധി? അതോ അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാൽ അതനുസരിച്ച് നമ്മൾ പോയ ബുദ്ധി? മനസ്സിലായില്ലേ? ഇപ്പോൾ വിശ്വബാഹു എന്ന് പറയുന്ന ആ അർത്ഥത്തിൽ എടുക്കണം. ലോകത്തെ മുഴുവൻ താങ്ങി നിൽക്കുന്ന ശക്തി ഭഗവാനാണ്. ഈ ലോകത്തെ എല്ലാ സഹായ ഹസ്തം നൽകുന്ന ഹസ്തങ്ങളുടെ ശക്തി, എല്ലാ കൈകളിലുമുള്ള എനർജി, ശക്തി,
ആ ഹോഴ്സ് പവർ, ആ കിക്ക്, അതൊക്കെ കൊടുക്കുന്നത് ആരാ? ഭഗവാനാണ്. അല്ലേ? അതുകൊണ്ടാണ് വിശ്വബാഹു എന്ന് പറയാൻ കാരണം. ഓക്കെ. അടുത്ത നാമം മഹീധര. മഹീധര. മഹീധര എന്ന് വെച്ചാൽ ഭൂമിയെ താങ്ങുന്നവൻ എന്നൊരർത്ഥമുണ്ട്. മഹി എന്ന് വെച്ചാൽ ഭൂമി, ഭൂമിയെ താങ്ങുന്നവൻ. അത് നമ്മൾ ഒരിക്കൽ കണ്ടതാ. മാധവൻ എന്നുള്ളൊരു നാമത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഭൂമിയെ താങ്ങി നിൽക്കുന്നവൻ. മഹി എന്നുള്ളതിന് പൂജ എന്നൊരർത്ഥമുണ്ട്. അതും ആചാര്യന്മാരൊക്കെ അംഗീകരിക്കുന്ന ഒരു പദമാണ് പൂജ. അപ്പോൾ മഹീധര എന്ന് വെച്ചെങ്കിൽ ജീവികളുടെ പൂജ സ്വീകരിക്കുന്നവൻ എന്നർത്ഥം. പൂജയെ ധരിക്കുന്നവൻ എന്നർത്ഥം. പൂജയെ ആവരണമാക്കി സ്വീകരിക്കുന്നവൻ. നമ്മൾ കൊടുക്കുന്ന പൂജയെ അത് വാങ്ങി ശരീരത്തിൽ അംശമാക്കുന്നവൻ അർത്ഥം. തന്നെ ധരിക്കുന്നവൻ അർത്ഥം. അപ്പോൾ പൂജ ചെയ്യുന്നത് സ്വീകരിക്കുന്നവനും മഹീധര. അപ്പം രണ്ട് ഭൂമി എന്നുള്ള അർത്ഥവും ഭഗവാന് യോജിക്കും. മഹി എന്ന് വെച്ചെങ്കിൽ ഭൂമി, ഭൂമിയെ ധരിക്കുന്നവൻ, പൂജയെ സ്വീകരിക്കുന്നവൻ, രണ്ടും ഭഗവാന് പറ്റിയ പേരുകളാണ്. ഭഗവാൻ തന്നെയല്ലേ ഈ ഭൂമിയിൽ പ്രവേശിച്ചിട്ട് സർവഭൂതങ്ങളെയും തൻ്റെ ഓജസ് കൊണ്ട് ധരിക്കുന്നത്, എല്ലാ ഭൂതങ്ങളെയും കവർ ചെയ്യുന്നത്, എല്ലാ ഭൂതങ്ങൾക്കും എനർജി കൊടുക്കുന്നത്. ഭൂതങ്ങൾക്ക് മീൻസ് സൃഷ്ടികൾക്കും എനർജി കൊടുക്കുന്നത്, ആ സൃഷ്ടികളെയൊക്കെ ആവരണം ചെയ്യുന്നത്, അതിനൊക്കെ ശക്തി പകർന്നു കൊടുക്കുന്നത്. അവർ 4 പുറവും ഭഗവാനല്ലേ വേലി കെട്ടി കവർ ചെയ്തിരിക്കുന്നത്. ഭഗവാന്റെ ഓജസ്സല്ലേ എല്ലാ സൃഷ്ടികളുടെയും 4 പുറമുള്ളത്. നമ്മളുടെ 4 പുറവും സുദർശന ചക്രം കിടന്നങ്ങനെ കളിക്കണ്ട, നമുക്ക് കാണാനിട്ടാ. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഭഗവാൻ സദാസമയത്ത് നമ്മളുടെ 4 പുറവും ഭഗവാന്റെ ഓജസ് വിട്ടിട്ടുണ്ട്. ആ ഓറയുണ്ട് നമുക്ക്, എല്ലാവരിലും ഉണ്ട് ആ ഓറ. നമ്മളത് ഉപയോഗിക്കാത്ത ആരുടെ കുറ്റാ? നമ്മളതിനെ ഇൻവോക്ക് ചെയ്യണം, അതിനെ നമ്മൾ ധ്യാനിച്ചെടുക്കണം. അപ്പോഴേ അത് വരുള്ളൂ. അല്ലെങ്കിൽ ഓജസ് ഉണ്ടായതുകൊണ്ട് എന്താ കാര്യം? അപ്പോൾ തൻ്റെ ഓജസ് കൊണ്ട് താൻ ഈ ഭൂമിയിൽ പ്രവേശിച്ച് ഭൂമിയിലുള്ള എല്ലാ ഭൂതങ്ങളെയും സസ്യലതാദികളെയും പക്ഷിമൃഗാദികളെയും എല്ലാവരും ഓജസ്സും തേജസ്സൊക്കെ നൽകുന്നത്, അവരിൽ ധാരണ ചെയ്യുന്നത് ആരാ? ഭഗവാൻ തന്നെ. ഗാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസാ. ഓജസ്സാൽ ഭൂമി ഉൾപ്പുക്ക് ചെയ്വൻ ഞാൻ ഭൂമി ധാരണം. ഓജസ്സാൽ ഭൂമി ഉൾപ്പുക്ക്, ഭൂമിയുടെ ഉള്ളിലേക്ക് ഞാൻ പോയി കടന്നു ചെന്ന് ചെയ്വൻ ഞാൻ ഭൂമി ധാരണം, ഭൂമിയെ ധാരണം ചെയ്യുമെന്ന് പറയുന്നത്. എന്തുകൊണ്ട്? എൻ്റെ ഓജസ് കൊണ്ട്. ഗാമാവിശ്യ ഭൂതാനാം, മൂൺ റേസ്, ചന്ദ്രാംശു, ചന്ദ്രൻ്റെ അംശമാണ് ഭൂമിയുടെ ഉള്ളിൽ കയറി ചെന്ന് ആ ഭൂമിയിൽ ഉണ്ടാകുന്ന സകല സസ്യലതാദികളും എല്ലാ ഭൂമിയിൽ സ്പർശിക്കുന്ന എല്ലാറ്റിനും ശക്തിയും തേജസ്സും മോജസ്സും ഒക്കെ കൊടുക്കുന്നത്. 15-ാം അധ്യായം. ഗാമാവിശ്യ ഭൂതാനാം ധാരയാമ്യഹമോജസ പുഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വാ രസാത്മകം. എല്ലാ പ്ലാന്റ് ലൈഫിലുള്ള രസാത്മകം ഞാനാണ് കൊടുക്കുന്നത്. ഐ ആം ദി കിക്ക് ഇൻ ഓൾ പ്ലാന്റ്സ്, മെഡിസിനൽ പ്ലാന്റ്സ്, ന്യൂട്രിറ്റീവ് പ്ലാന്റ്സ്, എല്ലാം നമ്മൾക്ക് ഒരിക്കൽ കണ്ടതാണ് അല്ലേ? കുറുന്തോട്ടി ചിറ്റമൃതമൊക്കെ നമ്മൾ കണ്ടതാ. ഉണ്ടാവുന്നൊന്നും ഇപ്പോൾ ആവർത്തിക്കേണ്ടത്. അപ്പോൾ ഭഗവാന്റെ ശക്തി തന്നെയാണ് ഓജസ്സായിട്ട് വരുന്നത്. ഭൂമിയെ ധരിക്കുന്നതാരാ? ഭഗവാൻ തന്നെ. ഭൂമിയെ സംരക്ഷിക്കുന്നതാരാ? ഭഗവാൻ തന്നെ. ഭൂമിയെ താങ്ങുന്നതാരാ? ഭഗവാൻ തന്നെ. ഭൂമിയെ കാക്കുന്നതാരാ? ഭഗവാൻ തന്നെ. ഇതൊക്കെയാണ് ഭഗവാനോട് അടുപ്പം ഉണ്ടാവാനുള്ള ചില പദ്ധതികൾ മനസ്സിൽ അറിഞ്ഞു വയ്ക്കേണ്ടത്. ആൾ ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലായാൽ നമ്മുടെ അഹങ്കാരമൊക്കെ ഒന്ന് മെല്ലെ നിൽക്കും. അതിനാണ് ഈ പറയണതൊക്കെ.
മനസ്സിലായോ? രണ്ടാമത്തെ അർത്ഥം ജീവികളുടെ പൂജ സ്വീകരിക്കുന്നു എന്നുള്ളത്. മഹാവിഷ്ണു എല്ലാ പൂജകൾക്കും അർഹനാണ്. സത്യനാരായണ പൂജ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പൂജ കഴിച്ച ഫലമായി. സർവദേവ നമസ്കാരം ആരാ പ്രതിഗച്ഛതി? കേശവം പ്രതിഗച്ഛതി. സെൻട്രൽ റെസീറ്റ് സെക്ഷനാണ് റിപ്ലൈ വരിക നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. യുവർ ലെറ്റർ റിസീവ്ഡ്. ഭക്തന്മാർ നൽകുന്ന എല്ലാ പൂജകളും ഭഗവാനാണ് കൈക്കൊള്ളുന്നത്. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന് മാത്രമല്ല, ജീവികളുടെ എല്ലാ അർപ്പണവും എന്തെല്ലാം നമ്മൾ അർപ്പിക്കുന്നുവോ, തന്നെത്താൻ സ്വയം അർപ്പിച്ചാലും ശരി, വേറൊരാൾക്ക് വേണ്ടി അർപ്പിച്ചാലും ശരി, ആർക്ക് വേണ്ടി അർപ്പിച്ചാലും ശരി, എല്ലാ അർപ്പണവും ഭഗവാനല്ലാതെ ആരെ സ്വീകരിക്കുന്നു? അദ്ദേഹത്തിൻ്റെ കണ്ണു വെട്ടിച്ച് വല്ലവർക്കും അർപ്പിക്കാൻ പറ്റുമോ? പിടിച്ചോ, അദ്ദേഹം കാണണ്ട, പിടിച്ചോ പറയാൻ പറ്റുമോ? ഇല്ല. സർവചക്ഷു, എല്ലാ ദിക്കിലും കയ്യാ, എല്ലാ ദിക്കിലും കാലാ, എല്ലാ ദിക്കിലും മുഖമാണ്. അപ്പം എല്ലാ അർപ്പണവും സ്വീകരിക്കുന്നതാരാ? ഭഗവാൻ തന്നെ. എന്തെല്ലാം നമ്മൾ കൊടുക്കുന്നതോ എല്ലാം ഭഗവാൻ തന്നെ. കൊടുക്കുന്ന വസ്തുവും ഭഗവാൻ, കൊടുക്കുന്ന ആളും ഞാനും ഭഗവാൻ. ഇത് ചെന്ന് ചേരുന്നതും ഭഗവാനിലേക്ക്. സത്സംഗികൾ, സാത്വികന്മാർ കൊടുക്കുന്നതും ഭഗവാനിലേക്ക് എത്തുന്നു, ദുഷ്ടന്മാർ അർപ്പിക്കുന്നതും ഭഗവാനിലേക്ക് എത്തുന്നു. ഭഗവത് സേവ ചെയ്യുമ്പോഴും അതിൽ നിന്ന് പൊങ്ങി വരുന്ന ശക്തി ഭഗവാനിലേക്ക് തന്നെ എത്തുന്നു, ദേവിയിലേക്ക് എത്തുന്നു, ഭഗവാനിലേക്ക് തന്നെ എത്തുന്നു. ക്ഷുദ്രമന്ത്രം ചെയ്തിട്ട് ദുർമന്ത്രവാദികൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് പൊന്തി വരുന്ന ശക്തിയും ഭഗവാനിലേക്ക് തന്നെ എത്തുന്നു. അത് ലോവർ നേച്ചർ, ഇത് ഹയർ നേച്ചർ. ഇത് സ്വസ്വരൂപത്തിലേക്ക് എത്തുന്നു, മറ്റത് മായ ചേർന്ന സ്വരൂപത്തിലേക്ക് എത്തുന്നു. ദുർമന്ത്രവാദികളുടെ അർപ്പണങ്ങൾ അവർ അർപ്പിക്കുന്നുണ്ട്, അസലായിട്ട് അർപ്പിക്കുന്നുണ്ട്. നമ്മളെക്കാൾ സാത്വികന്മാരെക്കാൾ കൂടുതൽ ദുർമന്ത്രവാദികളെ അർപ്പണം ചെയ്യുക. അവരുടെ ഭക്തിയാണ് കേവലമായിട്ടുള്ള ഭക്തി. നമ്മളെക്കാട്ടിലൊക്കെ വലിയ ഭക്തി അവർക്ക്. പക്ഷെ എന്താ ചെയ്യുക? പെണ്ണ് നന്നായി പെങ്ങളായി എന്ന് പറഞ്ഞ പോലെ നല്ല ഭക്തിയൊക്കെയാണ്, പക്ഷെ വഴി തെറ്റിപ്പോയി, വഴി വഴിച്ചുപോയി. അതുകൊണ്ട് അങ്ങനെയുള്ള ദുഷ്ടശക്തികളിൽ നിന്ന് പൊങ്ങി വരുന്ന കർമ്മശക്തി മുഴുവൻ എങ്ങടെ എത്തുന്നത്? മായ ചേർന്ന രൂപത്തിലേക്ക്, പ്രകൃതിയായിട്ട് നിൽക്കുന്ന രൂപത്തിലേക്ക്. ഭദ്രകാളി ഇത്യാദി ഭഗവാന്റെ അംശം തന്നെ. അത് അംശമൊന്നുമില്ല, ഭഗവാൻ അതിലുണ്ടല്ലോ. പാർവതിയിലുണ്ട് ഭഗവാൻ, ഭദ്രകാളിയിലുണ്ട് ഭഗവാൻ. ഒന്ന് ഹയർ നേച്ചർ, ഒന്ന് ലോവർ നേച്ചർ. സത്തുക്കൾ ചെയ്യുന്ന സത്സംഗത്തിൽ നിന്ന് വരുന്നതോ യാഗങ്ങളിൽ നിന്നും യജ്ഞങ്ങളിൽ നിന്നൊക്കെ പൊന്തി വരുന്നതോ ആ കർമ്മത്തിൻ്റെ ശക്തി എങ്ങടെ പോണ്? അത് സ്വസ്വരൂപത്തിലേക്ക് പോകണു, ഹയർ നേച്ചറിലേക്ക് പോകണു. റിസൾട്ട്, റിവാർഡ് ഉടനെ കിട്ടണു. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രാഹ്മണാഹുതം ബ്രഹ്മൈവേദേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാന്നില്ലേ ഭഗവത്ഗീതയിൽ? നാലാം അധ്യായമാണോ 5-ാം അധ്യായമാണോ? ചെറിയൊരു നമ്പൂരി ശങ്കയുണ്ട്. 4 തന്നെ തോന്നുന്നു. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രാഹ്മണാഹുതം ബ്രഹ്മവേദേന ഗന്ധവ്യം ബ്രഹ്മൈവേദേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. 4-ാം അധ്യായത്തിലാണ്. ബ്രഹ്മാഗ്നിയിൽ ബ്രഹ്മഹവ്യം. അഗ്നി ഏതാ? ബ്രഹ്മം.
ആ യാഗത്തിലും യജ്ഞത്തിലും നമ്മൾ സമർപ്പിക്കണം അഗ്നി ഏതാ? ബ്രഹ്മം. ബ്രഹ്മാഗ്നിയിൽ ബ്രഹ്മഹവ്യം അർപ്പിക്കണ ഹവിസോ ബ്രഹ്മം. ബ്രഹ്മാൽ ബ്രഹ്മാർപ്പണം ഹുതം. ആരാ അർപ്പിക്കണത്? ആരാ സ്വീകരിക്കണത്? ബ്രഹ്മം ബ്രഹ്മാർപ്പണം ഹുതം. ബ്രഹ്മത്തിലെത്തിടുമവർ ബ്രഹ്മകർമ്മ സമാധിയാൽ. ഇതിലെവിടെയാണ് ഏതാണ് ഭഗവാൻ അല്ലാത്തത്, എവിടെയാണ് ഭഗവാൻ ഇല്ലാത്തത്? ഭഗവാന്റെ ഒരു അംശം ഇതിലേതെങ്കിലും ഒരു അംശത്തിൽ ഭഗവാൻ ഇല്ലാണ്ടുണ്ടോ? യജ്ഞത്തിൻ്റെയും യാഗത്തിൻ്റെയും അല്ലെങ്കിൽ ഏത് കർമ്മത്തിൻ്റെയും ഫോർ ദാറ്റ് മാറ്റർ ഒരംശത്തിലെങ്കിലും ഭഗവാൻ ഇല്ലാണ്ടിരുന്നിട്ടുണ്ടോ? എല്ലാവർക്കും ഭഗവാൻ ഉണ്ട്. അത് പോണ്ട വഴിക്ക് പോവും, അർഹതപ്പെട്ട വഴിക്ക് അത് പോവും. അപ്പോൾ നമ്മുടെ കർമ്മത്തിലെ എല്ലാ അംശവും ബ്രഹ്മം മാത്രമാണ്, സംശയിക്കേണ്ട. സർവം ബ്രഹ്മമയം. ഭഗവാന്റെ കയ്യൊപ്പ് എല്ലാറ്റിലും ഉണ്ട്. സിഗ്നേച്ചർ ഈസ് എവരിവെയർ, ഓൾ പേജസ്. എല്ലാ പേജും സൈൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം, അവസാനവും ആദ്യത്തെയും മാത്രമല്ല. വിശ്വബാഹുവല്ലേ, കുറെ കയ്യുകളില്ലേ, എവിടൊക്കെ വേണമെങ്കിൽ സൈൻ ചെയ്യാലോ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് വിശ്വബാഹു എന്ന് പറയാൻ കാരണം. അപ്പോൾ ഭഗവാൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ, ഭഗവാന് നമ്മൾ അർപ്പിക്കണ കർമ്മങ്ങളിൽ അല്ലെങ്കിൽ പൂജകളിൽ, യാഗങ്ങളിൽ, യജ്ഞങ്ങളിൽ എല്ലാം പൂജയുടെ കീഴിൽ വരുന്നതാണല്ലോ എല്ലാം. അതെല്ലാം സ്വീകരിക്കുന്നത് ആരാ? ഭഗവാൻ തന്നെ. ഐദർ ലോവർ നേച്ചർ ഓർ ഹയർ നേച്ചർ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് യുവർ കർമ്മ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് മഹീധര എന്നുള്ള നാമം. ഇന്നിപ്പോൾ ഇത് മതി തോന്നുന്നു. ഈ ശ്ലോകം അവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ പുതിയ ശ്ലോകം എടുക്കാം, പുതിയ ശ്ലോകം വായിക്കാനെടുക്കാം. രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് പറയാം. അപ്പോൾ നാളെ നമുക്ക് ബാക്കിയുള്ള നാമങ്ങൾ കുറച്ച് കാണാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.